Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് ഹെയർ ബ്രഷ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് വീക്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഔട്ട്ഫിറ്റ്, ജ്വല്ലറി, മേക്കപ്പ് എല്ലാം സെറ്റാണ്. എക്സെപ്റ്റ് വൺ കാര്യത്തിൽ മാത്രം ഞാൻ എന്നും കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ ഹെയർ പെട്ടെന്ന് ഷടപടാന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ട്രെയിറ്റർ ബ്രഷാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ആൻഡ് കുറേ തപ്പലിന് ശേഷം ഞാൻ രണ്ട് ബ്രാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ രണ്ട് ബ്രാൻഡിന്റെ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ സ്ട്രെയിറ്റനർ ബ്രഷ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഫിലിപ്സിന്റെ സ്ട്രെയിറ്റനിങ് ബ്രഷും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടോ. എന്റെ ഫ്രിസി ഹെയറിൽ ഏത് ബ്രഷാണ് പെട്ടെന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ഫാസ്റ്റിൽ പെട്ടെന്ന് ഏത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കൺഫ്യൂഷന്റെ പുറത്താണ് ഞാൻ രണ്ടും വാങ്ങിച്ചത്. അപ്പൊ വാങ്ങിച്ചിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ ഇതിന്റെ ഏതാണ് ഐശ്വര്യ അപ്രൂവ്ഡ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ബ്രാൻഡാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഹെയർ ഒന്ന് ഇൻ ബിറ്റ്വീൻ ഒന്ന് പ്രെപ്പ് ചെയ്യാണ്. അപ്പൊ ഈ സൈഡിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ ബ്രഷാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹെയറിൽ നമ്മൾ ഹെയർ എല്ലാം പ്രെപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സൈഡിൽ ഈ ബ്രാൻഡ് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയിനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ റിവ്യൂ ഓരോന്നോട്ട് പറയാം. ഇതിന്റെ അത് 16 അഡ്ജസ്റ്റബിൾ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ആണ്, വിച്ച് ഇസ് അമേസിംഗ്. ആൻഡ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത് കുറേ പ്രാവശ്യം കുറെ ടൈം എടുത്തിട്ടാണ് എനിക്ക് ഇത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു സിൽക്കി സ്മൂത്ത് എന്താ സ്ട്രെയിറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറേ പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എന്റെ ഹെയർ ഫ്രിസി ഹെയർ ആണ്. അതിന്റെ ഇടയിൽ കൂടി ഉത്തര പ്രാവശ്യം നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നവരും ഓവർ ഫ്രിസി ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഹെയറിന് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. ആൻഡ് ഓൾസോ ഇതിന്റെ മുടിന്റെ അറ്റത്ത് കണ്ട ഇപ്പോഴും കുറച്ച് ഫ്രിസി ആയിട്ടുള്ള സ്ട്രാൻഡ്സും അതിൻ്റെ അത് അത്ര സ്ലീക്ക് ആയിട്ട് സ്ട്രെയിറ്റൻ ആവണില്ല. ഇത് ഞാൻ കുറെ പ്രാവശ്യം ഇത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചീവി നോക്കി. പക്ഷെ എന്നിട്ടും അതിന്റെ ആ ഒരു എൻഡിന് ആ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷ് കിട്ടുന്നില്ല കേട്ടോ. ആൻഡ് ഇവിടെയൊക്കെ ഞാൻ കുറെ തവണ ഇങ്ങനെ ചീവി എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റനിലേക്ക് എനിക്ക് മാറി കിട്ടിയത്. ആൻഡ് ഒത്തിരി പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഫ്രൈയിങ് ആ ഹെയർ അല്ലേ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. കുറച്ച് കൂടുതൽ സമയം ഇത് എടുക്കണം അതിൽ എനിക്ക് തോന്നി. സോ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫിലിപ്സിന്റെ സ്ട്രെയിനിങ് ബ്രഷ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫിലിപ്സിന്റെ സ്ട്രെയിനിങ് ബ്രഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓ വാവ്, അടിപൊളി കേട്ടോ. ഇത് ജസ്റ്റ് വൺ സ്വൈപ്പ് റിസൾട്ടാണ് കിട്ടുന്നത്. ഭയങ്കര രസമുണ്ട് ഇതിന്റെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള എഫക്റ്റ്. സി, ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇത് കണ്ട, സൂപ്പർ. ജസ്റ്റ് വൺ സ്വൈപ്പില് നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രാൻഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് നല്ല സ്ലീക്ക് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ആൻഡ് നോക്കി അറ്റത്തൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിടപ്പണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ വൈഡ് പാഡലായിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം എടുത്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ഒറ്റ സ്വൈപ്പിൽ നല്ല സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സൈഡ് കിടക്കണ കാണാൻ വേണ്ടിയിട്ട് ജെന്യുവിൻലി ഇറ്റ്സ് സോ പ്രിട്ടി അല്ലേ. ഇത് നോക്കി എന്തൊരു ഭംഗി നോക്കി കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സൈഡിലെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്ക് ആൻഡ് മാനേജബിൾ ആയിട്ടുള്ള ഭയങ്കര ഒരു ടെക്സ്ചറാണ് ഈ സൈഡ്. ആൻഡ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രിസി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയണത് കേട്ടോ. ഇതിന് അത്രയും ഫിനിഷ് ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഓൾസോ കുറേ ടൈം എടുത്തു നമ്മൾ ഈ ഒരു ഫിനിഷിലേക്ക് എത്താനും. ഇതിനകത്ത് കെരാറ്റിൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള സെറാമിക് പ്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയറിന് ഒരു പ്രത്യേക ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈൻ ആൻഡ് സിൽക്കി ആൻഡ് ബൗൺസി ആയിട്ടുള്ള ഹെയർ തരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജെന്യുവൻലി ഭയങ്കര ഇഷ്ടമായി. ഓൾസോ ഇതിൽ തെർമോ പ്രൊട്ടക്ട് ടെക്നോളജി ആണുള്ളത്. അതായത് ഇൻസൈൻ ആയിട്ടുള്ള ഹീറ്റ് ഡാമേജ് ഒന്നും നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് സത്യം ഇത് ഒന്നും കൂടി എനിക്ക് ഈ ഒരു ബ്രഷ് ഇഷ്ടമായി എന്നുള്ളതാണ് സത്യം. അപ്പൊ ലിറ്ററലി വേണമെങ്കിൽ ഇത് എവറിഡേ യൂസ് ചെയ്യാം. ബിക്കോസ് ഹീറ്റ് ഡാമേജും കുറവാണ്, ഇങ്ങനത്തെ അടിപൊളി ടെക്നോളജീസും ആണ്, സമയം ഒട്ടും എടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും സ്റ്റൈൽ ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സിന്റെ സ്ട്രെയിനിങ് ബ്രഷ് ആബ്സല്യൂട്ട്ലി നോ ടൈമിൽ എനിക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല സിൽക്കി ഷൈനി ആൻഡ് ഓൾസോ എൻസിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിനിങ് എഫക്റ്റ് ആണ് കിട്ടിയേക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു സ്ട്രെയിനിങ് ബ്രഷിന് എന്താണ് വേണ്ടത് അല്ലേ? ഫാസ്റ്റ് ആണോ? ചെക്ക്. ഹീറ്റ് പ്രൊട്ടക്ഷൻ ആണോ? ചെക്ക്. ഫ്ലോലെസ് ഫിനിഷ് ആണോ? ചെക്ക്. To be honest, this is one of the best straightening brush ever.
എന്റെ വിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഫിലിപ്സിന്റെ സ്ട്രെയിനിങ് ബ്രഷ് തന്നെയാണ് കേട്ടോ. ഈ സൈഡ് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ ഫാസ്റ്റ് ആണ്, ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, സിൽക്ക് ആൻഡ് സ്മൂത്ത് ആണ്, ആൻഡ് ഓൾസോ എൻഡ് ആ ഫ്രിസി ഹെയറിന്റെ എൻഡ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ഇത് അത്ര മോശമായിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പൊ രണ്ട് സൈഡും നമ്മൾ യൂസ് ചെയ്ത ബ്രഷസ് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുകയാണ്. സോ ഈ സൈഡിലെ ബ്രഷ് ഞാൻ ഒരിക്കലും മോശമാണെന്ന് പറയത്തില്ല, അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇത് എന്റെ ലൈക്കിങ്ങിന് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നാമത് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ടായിരിക്കും റെഡി ചെയ്യുന്നത്, അപ്പൊ നമുക്ക് പടപടയെന്നുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടത്. സോ അതിന് എനിക്കിത് അത്ര അടിപൊളിയായിട്ട് തോന്നില്ല. പക്ഷേ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആൻഡ് ഭയങ്കര രസമായിട്ട് കിടപ്പുണ്ട്. എൻസ് ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ്നർ ബ്രഷ് വെച്ച് ചെയ്തിട്ടുള്ള എൻസ്. സോ ഞാൻ എന്റെ വിന്നറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കണ്ടവർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സ്ട്രെയിറ്നർ ബ്രഷ് തപ്പി നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു. ഓൾസോ ഫിലിപ്സിന്റെ സ്ട്രെയിനിങ് ബ്രഷ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് അവിടെ ഞാൻ ലിങ്ക്സും ഡീറ്റെയിൽസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.